നമസ്തേ. ഇന്ന് സഫല ഏകാദശി. ജീവിത വിജയവും സന്തോഷവും ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ആചരിക്കേണ്ട വ്രതമാണ് സഫല ഏകാദശി. നിഷ്ഠയോടുകൂടി ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മുടെ സകല പാപങ്ങളും ഇല്ലാതെയായി ഈശ്വരാനുഗ്രഹമുള്ള നല്ലൊരു ജീവിതം നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണ നിഷ്ഠയോടും ഭക്തിയോടും കൂടി ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ അളവറ്റ ഐശ്വര്യവും ഭാഗ്യവും വന്നു ചേരുന്നതാണ്. എല്ലാ ഏകാദശി വ്രതവും അനുഷ്ഠിക്കേണ്ടതുപോലെ തന്നെയാണ് സഫല ഏകാദശി വ്രതവും അനുഷ്ഠിക്കേണ്ടത്. ദശമി, ഏകാദശി, ദ്വാദശി എന്നീ 3 ദിവസങ്ങളിലായാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്. ദശമി ദിവസവും ദ്വാദശി ദിവസവും ഉച്ചയ്ക്ക് ഒരു നേരം അരി ആഹാരമാവാം. മറ്റുള്ള സമയം പഴവർഗ്ഗങ്ങൾ കഴിക്കാവുന്നതാണ്. ഏകാദശി ദിവസം പൂർണ്ണമായും ഉപവാസമാണ് അനുഷ്ഠിക്കേണ്ടത്. ഇനി പൂർണ്ണ ഉപവാസം എടുക്കുവാൻ സാധിക്കാത്തവർക്ക് പാലോ പഴവർഗ്ഗങ്ങളോ മിതമായ അളവിൽ കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഏകാദശി ദിവസം തലയിൽ എണ്ണ വയ്ക്കുവാനോ പകൽ ഉറങ്ങുവാനോ പാടില്ല. അതുപോലെ തന്നെ വ്രതം അനുഷ്ഠിക്കുന്നവർ മത്സ്യമാംസാദി ഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ഏകാദശി ദിവസം ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ദേഹശുദ്ധി വരുത്തി വിഷ്ണു ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് പൂജാമുറിയിൽ നെയ്ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു സൂക്താർച്ചന, ഭാഗ്യ സൂക്താർച്ചന, പുരുഷ സൂക്താർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. കൂടാതെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന വഴിപാട് നടത്തുവാൻ ശ്രമിക്കുക. തുളസിമാല, തൃക്കൈവെണ്ണ, പാൽപായസം എന്നിങ്ങനെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന വഴിപാട് നടത്തുക. ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് നെയ്ദീപം തെളിയിച്ച് ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നീ മന്ത്രം ചൊല്ലാവുന്നതാണ്. കൂടാതെ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രം 108 ആവർത്തി ജപിക്കാവുന്നതാണ്. കൂടാതെ നാരായണീയം, ഭാഗവതം എന്നീ പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഏകാദശി ദിവസം വളരെ പ്രധാനപ്പെട്ട സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത്. ഏകാദശി തിഥിയുടെ അവസാനത്തെ 15 നാഴികയും ദ്വാദശി തിഥിയുടെ ആദ്യത്തെ 15 നാഴികയും ചേരുന്ന 12 മണിക്കൂറാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത്. ഈ ഹരിവാസര സമയത്ത് ലക്ഷ്മി സമേതനായ ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ സമയം നാമജപം നടത്തുന്നത് അത്യുത്തമമാണ്. ഹരിവാസര സമയം പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സമയമാണ് പാരണ വീട്ടുന്ന സമയം. പാരണ വീട്ടുക എന്നാൽ വ്രതം അവസാനിപ്പിക്കുക എന്നാണ് അർത്ഥം. കൃത്യസമയം നോക്കി എല്ലാവരും പാരണ വീട്ടേണ്ടതാണ്. ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നവർ തീർത്ഥം സേവിച്ച് പാരണ വീട്ടാവുന്നതാണ്. ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ തുളസി ജലം കൊണ്ട് തീർത്ഥം ഉണ്ടാക്കി അത് വീട്ടാവുന്നതാണ്. അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിൽ തുളസിയില, മലര്, ചന്ദനം എന്നിവ ചേർത്ത് ആ ജലം സേവിച്ച് പാരണ വീട്ടാവുന്നതാണ്. ഏകാദശി ദിവസം തുളസിക്ക് 3 പ്രദക്ഷിണം വെക്കുന്നതും അത്യുത്തമമാണ്. മാത്രമല്ല ഏകാദശി ദിവസം വൈകുന്നേരം തുളസിത്തറയിൽ ഒരു നെയ്ദീപം തെളിയിക്കുന്നതും വളരെ ഉത്തമവും തുളസി മന്ത്രം ജപിക്കുന്നതും അത്യുത്തമം തന്നെയാണ്. ഈ സഫല ഏകാദശി വ്രതം ആചരിക്കുന്നതോടുകൂടി നമ്മുടെ ഏതാഗ്രഹവും വളരെ പെട്ടെന്ന് തന്നെ സഫലമാകുന്നതാണ്. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ വളരെ പെട്ടെന്ന് സഫലമാകാൻ അതിശക്തിയായ ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്.
ഏകാദശി ദിവസം ഭക്തിയോടുകൂടി ഈ പരിഹാരം ചെയ്യുന്നതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സാധിക്കുന്നതാണ്. കൂടാതെ നമ്മൾ ചോദിക്കുന്നതെന്തും നൽകി ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നതുമാണ്. ഏകാദശി ദിവസമായ ഇന്ന് എപ്പോൾ വേണമെങ്കിലും ഈ പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതുമാണ്. പരിഹാരത്തിന് ആവശ്യമായ വസ്തുക്കൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 1 സ്പൂൺ പച്ചരി, ഒരു ബേ ലീഫ് അഥവാ കറുവപ്പട്ടയില, ഒരു ചെറിയ പ്ലാസ്റ്റിക് പാത്രം അല്ലെങ്കിൽ ചെറിയ ഒരു സ്റ്റീൽ പാത്രം, ഒരു തുളസിയില. ഇത്രയുമാണ് ഈ പരിഹാരത്തിന് ആവശ്യമായ വസ്തുക്കൾ. പാത്രം തിരഞ്ഞെടുക്കുമ്പോൾ നല്ല അടപ്പുള്ള പാത്രം നോക്കിയെടുക്കുക എന്നത് പ്രധാനമാണ്. ഇനി എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. നമ്മളുടെ ആഗ്രഹം എന്ത് തന്നെ ആയാലും അത് ഒരു 3 വാക്കിലോ അല്ലെങ്കിൽ 1 വാക്കിലോ ചുരുക്കി ആ ബേ ലീഫിൽ എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് അതൊരു നീല മഷി കൊണ്ട് വേണം എഴുതാൻ. നമ്മുടെ ആഗ്രഹം ബേ ലീഫിൽ എഴുതുന്നതിനോടൊപ്പം തന്നെ ഭഗവാന്റെ ഒരു നാമവും അതിൽ എഴുതി വെക്കുക. അതിനുശേഷം ഇത് ആ പാത്രത്തിൽ, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാത്രത്തിൽ 1 സ്പൂൺ പച്ചരി ഇട്ടതിന് ശേഷം ഈ ഇലയും ബേ ലീഫ് ഇലയും തുളസി ഇലയും അതിനോടൊപ്പം ചേർത്തിട്ട് പൂജാമുറിയിൽ, എവിടെയായാലും വെക്കാം, എന്നാലും പൂജാമുറിയിൽ സുരക്ഷിതമായി മറ്റാരും പുറമേൽ നിന്നും വരുന്ന ആരും കാണാത്ത രീതിയിൽ വെക്കുക. ഉദാഹരണത്തിന് നിങ്ങൾക്ക് സാമ്പത്തിക ബാധ്യത ഉള്ളവരാണെങ്കിൽ ബേ ലീഫിൽ സമ്പത്ത് എന്ന് എഴുതി വെക്കുക. ജോലി സംബന്ധമായ പ്രശ്നമുള്ളവർ തൊഴിൽ എന്നും, സന്താനലബ്ധി ആവശ്യമുള്ളവർ സന്താനലബ്ധി എന്നും എഴുതി ആ പാത്രത്തിൽ സൂക്ഷിച്ച് പൂജാമുറിയിൽ വെക്കുക. ബേ ലീഫിന് വശ്യശക്തി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബേ ലീഫിൽ ഭഗവാന്റെ നാമത്തോടൊപ്പം നമ്മുടെ ആഗ്രഹം കൂടി എഴുതി ചേർക്കുമ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ നമ്മിൽ വന്നു ചേരുന്നതാണ്. ബേ ലീഫിൽ നിങ്ങളുടെ ആഗ്രഹം എഴുതിയതിനു ശേഷം എടുത്തു വെച്ചിരിക്കുന്ന ബോക്സിൽ 1 സ്പൂൺ പച്ചരിയും കൂടെ ഇട്ട് അതിനു മുകളിൽ ഈ തുളസിയിലയും കൂടെ വെച്ചതിന് ശേഷം പൂജാമുറിയിൽ സൂക്ഷിച്ചു വെക്കുക. നമ്മളുടെ ആഗ്രഹം സാധിച്ചതിന് ശേഷം ഈ ഇലയെടുത്ത് കത്തിച്ച് കളയാവുന്നതാണ്. ഇതിനായി ഉപയോഗിച്ച പച്ചരി ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഉപേക്ഷിക്കാവുന്നതുമാണ്. ഇന്ന് ഈ സഫല ഏകാദശി ദിവസം ഈ പരിഹാരം ചെയ്തു നോക്കൂ. നിങ്ങളുടെ ആഗ്രഹം മിന്നൽ വേഗത്തിൽ നിറവേറുന്നതാണ്. അത്രയേറെ ശക്തിയാർന്ന ഈ പരിഹാരം ഈ ഏകാദശി നാളിൽ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ഏതാഗ്രഹവും ഭഗവാൻ സാധിച്ചു തരുന്നതാണ്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.